ഈ തെരഞ്ഞെടുപ്പിൽ BJP ഒറ്റയ്ക്ക് 370 സീറ്റ് നേടണമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഗ്രഹം. എന്നാൽ പലയിടത്തും കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഉത്തരേന്ത്യയിൽ പലയിടത്തും കക്ഷത്തിരുന്ന സീറ്റുകൾ പോലും കൈവിട്ട് പോകുന്ന സ്ഥിതിയാണ്. ഹരിയാനയിലും രാജസ്ഥാനിലും കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്ന ആഭ്യന്തര വകുപ്പിൻ്റെ സർവേ റിപ്പോർട്ടുകൾ നേതാക്കളെ അസ്വസ്ഥരാക്കുന്നു. ഈ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് അമിത്ഷായ്ക്കും മറ്റും കിട്ടിയത്. ഹരിയാനയിലും രാജസ്ഥാനിലും 2019 BJP എല്ലാ ലോക്സഭാ സീറ്റുകളിലും ജയിച്ചിരുന്നു. എന്നാൽ ഇക്കുറി ഹരിയാനയിലെ 5 സീറ്റുകളിലും രാജസ്ഥാനിലെ 6 സീറ്റുകളിലും പാർട്ടി വിയർക്കുമെന്നാണ് സർവേ ഫലമെന്ന് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. UPയിലും കാര്യങ്ങൾ അത്ര സുഖകരമല്ല. പല മണ്ഡലങ്ങളിലും BJP പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളോട് എതിർപ്പുകളുണ്ട്. ഹരിയാനയിലെ സിർസ സീറ്റ് തന്നെ ഉദാഹരണമാണ്. രാഹുൽ ഗാന്ധിയുടെ പഴയ വിശ്വസ്തനും ദളിത് നേതാവുമായ അശോക് തൻവറാണ് അവിടുത്തെ BJP സ്ഥാനാർത്ഥി. കഴിഞ്ഞ ദിവസം സിർസയിൽ BJPയുടെ പ്രചാരണ വാഹനത്തിന് നേരെ കല്ലെറിയുന്നതും വടികൊണ്ട് അടിക്കുന്നതുമായ വീഡിയോ വൈറലായിരുന്നു സോഷ്യൽ മീഡിയയിൽ. താൻ ആ സമയത്ത് കാറിൽ ഇല്ലായിരുന്നുവെന്ന് തൻവർ പറയുന്നുണ്ടെങ്കിലും ആക്രമണത്തിന് തൊട്ടുമുമ്പ് അദ്ദേഹം വാഹനത്തിൽ ഉണ്ടായിരുന്നുവെന്ന് സഹപ്രവർത്തകർ പറഞ്ഞു. എന്നാൽ അതൊന്നും കാര്യമാക്കാനില്ലായിരുന്നുവെന്നാണ് തൻവറിൻ്റെ പ്രതികരണം. വോട്ടർമാരിൽ ഭൂരിപക്ഷം വരുന്ന ജാട്ടുകൾക്ക് BJPയോടുണ്ടായ അകൽച്ചയാണ് മറ്റൊരു പ്രശ്നം. ബിരേന്ദർ സിംഗിനെയും അദ്ദേഹത്തിൻ്റെ മകൻ ബ്രിജേന്ദ്ര സിംഗിനെയും BJP അവഗണിച്ചത് ജാട്ട് സമുദായങ്ങൾക്കിടയിൽ അകൽച്ച രൂപപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇരുവരും പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നു. അഗ്നിപഥ് പദ്ധതിയോടുള്ള എതിർപ്പും പ്രശ്നം സൃഷ്ടിച്ചേക്കാം. വിജേന്ദർ സിംഗ് അഗ്നിവീർ പദ്ധതിയെക്കുറിച്ചുള്ള അതൃപ്തി പ്രകടമാക്കിയിരുന്നു. സൈന്യത്തിൽ പതിറ്റാണ്ടുകളായുള്ള റിക്രൂട്ട്മെൻറ്റ് രീതിയിൽ നിന്നുള്ള വ്യതിയാനമായിരുന്നു അഗ്നിവീർ പദ്ധതി. സൈനികരെ 4 വർഷത്തേക്കാണ് സൈന്യത്തിൽ ഇപ്പോൾ എടുക്കുന്നത്. 25% പേരെ മാത്രമേ റെഗുലർ സർവീസിൽ തുടരാൻ അനുവദിക്കുകയുള്ളൂ. പിന്നോക്ക വിഭാഗങ്ങളും OBCകളും BJPയോട് ഇടഞ്ഞു നിൽക്കുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജാട്ട് പിന്തുണയിലെ കുറവിന് പകരം വയ്ക്കാൻ OBC വോട്ടുകൾ സമാഹരിക്കാനുള്ള പാർട്ടി ശ്രമം പരാജയപ്പെട്ടിരുന്നു. ഇത് കണക്കിലെടുത്താണ് ഹരിയാനയിൽ OBC വിഭാഗത്തിൽ നിന്നുള്ള നൈവ് സിംഗ് സൈനിയെ മുഖ്യമന്ത്രിയാക്കിയത്. നൈവ് സിംഗ് സൈനിയെ മുഖ്യമന്ത്രിയാക്കിയതിൽ ജാട്ട് വിഭാഗം അതൃപ്തിയിലാണ്. അതുപോലെ കർഷക പ്രതിഷേധം, അതിൻ്റെ അലയൊലികൾ ഇപ്പോഴും BJPയുടെ വോട്ട് ബാങ്കിനെ ബാധിച്ചേക്കാം. ആ ഒരു പേടി അവർക്കുണ്ട്. പ്രാദേശിക നേതാക്കളെ അവഗണിച്ചതിലെ പ്രതിഷേധവും തലവേദനയാണ്. BJPയിൽ ചേർന്നയുടൻ തന്നെ തൻവറിനും നവീൻ ഡിൻഡാലിനും മത്സരിക്കാൻ ടിക്കറ്റുകൾ കിട്ടി. മുൻ സംസ്ഥാന അധ്യക്ഷൻ OP ധങ്കർ, മുൻ മന്ത്രി ക്യാപ്റ്റൻ അഭിമന്യു എന്നിവരെ പോലെയുള്ള പ്രാദേശിക നേതാക്കളെ പാർട്ടി അവഗണിക്കുകയും ചെയ്തു. കടുത്ത ചൂടും BJPയെ പ്രചാരണ ഘട്ടത്തിൽ അലട്ടുന്നുണ്ട്. രാജസ്ഥാനിലെ വോട്ടെടുപ്പ് ഏപ്രിൽ 26 കഴിയും. ഹരിയാനയിൽ മെയ് 25 തെരഞ്ഞെടുപ്പ്. ഇതിനെയെല്ലാം മറികടക്കാൻ BJPയുടെ തുറുപ്പ് ചീട്ട് നരേന്ദ്രമോദി തന്നെയാണ്. മോദി പ്രഭാവം തങ്ങളെ തുണയ്ക്കുമെന്ന് BJP പ്രതീക്ഷിക്കുന്നു. പ്രധാനമന്ത്രിയെ നേരിട്ട് കൊണ്ടുവന്ന് കൂടുതൽ റാലികൾ നടത്തി സ്ഥിതി നേരിടാനാണ് പാർട്ടി നേതൃത്വത്തിൻ്റെ ആലോചന. 10 വർഷത്തെ ഭരണവിരുദ്ധ വികാരം, ജാട്ട് രോഷം ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഹരിയാനയിൽ 5 സീറ്റുകളിലെ ജയം വെല്ലുവിളി തന്നെയാണ്. രാജസ്ഥാനിലെ ബാമറിലെ റാലിയിൽ നരേന്ദ്രമോദി BR അംബേദ്കറിന് പോലും ഇന്ന് ഇന്ത്യൻ ഭരണഘടന തിരുത്താൻ കഴിയില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. പട്ടികജാതി വോട്ടുകൾ ചോരാതിരിക്കാനാണ് ഭരണഘടനയെക്കുറിച്ച് ആശങ്ക വേണ്ടെന്ന് മോദി പറഞ്ഞത്. രാജസ്ഥാനിൽ ചില മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി മാറ്റവും മുന്നോക്ക സമുദായങ്ങളുടെ അതൃപ്തിയും പാർട്ടിക്ക് തലവേദനയാണ്. ഏതായാലും BJP ദേശീയ നേതൃത്വം അങ്കലാപ്പിലാണ്. മൊത്തത്തിൽ പഴയ ഉത്സാഹമൊന്നും കാണാനില്ല. നേതാക്കൾ പോലും പ്രചാരണത്തിൽ പിന്നോക്കം പോകുന്ന ദയനീയ കാഴ്ചയാണ് കാണുന്നത്.